ഡിസ്കസ് ചെയ്തത് നമ്മൾ ടിമ്പറിൻ്റെ പ്രിസർവേഷൻ മെത്തേഡ്സാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായത് എന്താണ് സീസണിങ് മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് വരുന്നൊരു ടോപ്പിക്കാണ് പ്രിസർവേഷൻ. അപ്പോൾ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ധാരാളം ഡിഫക്റ്റ് വരുന്ന സമയത്ത് അതിനെല്ലാം എന്ത് ചെയ്യണം, പ്രിസർവ് ചെയ്യണം അല്ലേ. അതായത് ഡിഫക്റ്റുകളിൽ നിന്നെല്ലാം ടിമ്പറിന് എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്. പ്രിസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ്, ഏതൊക്കെ പ്രിസർവേറ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അത് ഏതൊക്കെ രീതിയിൽ നമുക്കത് അപ്ലൈ ചെയ്യാം. ഈ പ്രിസർവേറ്റീവ്സുകൾ അപ്ലൈ ചെയ്യണമല്ലേ ഈ പറയുന്ന ടിമ്പറിൽ ഡിഫക്റ്റുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അത് കൂടുതൽ കാലം ഡ്യൂറബിളായിട്ട് നിലനിൽക്കാൻ വേണ്ടി ടിമ്പറിൽ പ്രിസർവേറ്റീവ്സുകൾ ഏതൊക്കെ രീതിയിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ വുഡ് പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്, വേരിയസ് ആയിട്ടുള്ള ടിമ്പർ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്, ഒരു ഗുഡ് ടിമ്പറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇതാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കിലേക്ക്. മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ ഓഫ് ടിമ്പർ, എന്തൊക്കെ മെത്തേഡ്സാണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ പ്രിസർവേറ്റീവ്സ് ടിമ്പറിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബ്രഷിംഗ്. The solution prepared from preservative is applied on timber surface by good quality of brushes. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിസർവേറ്റീവ്സുകളൊക്കെ ഉണ്ടല്ലോ, ആ പ്രിസർവേറ്റീവ്സുകളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, നല്ലൊരു ക്വാളിറ്റി ബ്രഷസ് ഉപയോഗിച്ചുകൊണ്ട് ആ ടിമ്പറിൻ്റെ സർഫസിൽ അപ്ലൈ ചെയ്യുന്നു. അതാണ് ബ്രഷ് ചെയ്യുക. സാധാരണ ജസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് പെയിൻ്റ് എല്ലാം നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇതെന്ത് ചെയ്യുന്നു, ഈ പ്രിസർവേറ്റീവ്സുകൾ ഡയറക്റ്റായിട്ട് ടിമ്പറിൻ്റെ സർഫസിൽ എന്ത് ചെയ്യുന്നു, ബ്രഷ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആ പ്രിസർവേറ്റീവ്സ് ഏതെങ്കിലുമൊക്കെ ബ്രഷ് ചെയ്തെടുക്കുക, അതൊരു മെത്തേഡാണ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്പ്രേയിങ് ആണ്. സ്പ്രേയിങ് എന്ന് പറയുന്ന സമയത്ത് അപ്ലിക്കേഷൻ ഓഫ് പ്രിസർവേറ്റീവ്സ് ഡൺ ബൈ സ്പ്രേയിങ് പിസ്റ്റൾ അണ്ടർ പ്രഷർ. അതായത് പിസ്റ്റൾ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് ടിമ്പർ സർഫസിൽ. ജസ്റ്റ് സ്പ്രേ ചെയ്യുന്ന അണ്ടർ പ്രഷറിൽ, ഹൈ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു പിസ്റ്റൾ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്നു. പ്രിസർവേറ്റീവ്സുകളെല്ലാം തന്നെ ടിമ്പറിൻ്റെ സർഫസിൽ സ്പ്രേ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹോട്ട് ആൻഡ് കോൾഡ് ഓപ്പൺ ടാങ്ക് ട്രീറ്റ്മെൻറ്റ്. എന്താണ് ഈ പറയുന്ന ഹോട്ട് ആൻഡ് കോൾഡ് ഓപ്പൺ ടാങ്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ടിമ്പർ ഈസ് സബ്മേർജ്ഡ് ഇൻ എ ടാങ്ക്. ടിമ്പർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ടാങ്കിൽ സബ്മേർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വിച്ച് കണ്ടെയ്ൻസ് എ സൊല്യൂഷൻ ഓഫ് പ്രിസർവേറ്റീവ്സ്. അപ്പോൾ ഈ പറയുന്ന ടിമ്പർ സബ്മേർജ് ചെയ്ത് വെച്ചിരിക്കുന്നത്, മുക്കി വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാങ്ക്, ഒരു പ്രിസർവേറ്റീവ്സുകൾ അടങ്ങിയിട്ടുള്ള സൊല്യൂഷൻ, പ്രിസർവേറ്റീവിൻ്റെ സൊല്യൂഷൻ അടങ്ങിയിട്ടുള്ള ഒരു ടാങ്കിലകത്തേക്ക് ടിമ്പർ സബ്മേർജ് ചെയ്ത് വെക്കുന്നു. ടാങ്ക് ഈസ് ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ ഓഫ് 85 ഡിഗ്രി സെൽഷ്യസ് ടു 95 ഡിഗ്രി സെൽഷ്യസ്. ആ ടാങ്ക് പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ഹീറ്റഡ്, അത് ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ് ടു 85 ടു 95 ഡിഗ്രി സെൽഷ്യസിലേക്ക്. അത്രയും ടെമ്പറേച്ചറിൽ അത് എന്ത് ചെയ്യുന്നു, ടാങ്ക് ഹീറ്റ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് അലൗഡ് ടു കുക്ക്. ദെൻ അതിനുശേഷം അത് കൂൾ ചെയ്യാൻ വയ്ക്കാം. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഗിവിങ് പ്രൊട്ടക്ഷൻ ടു സാപ്പ്. അങ്ങനെ സാപ്പ്വുഡിനെ അത് എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഹോട്ട് ആൻഡ് കോൾഡ് ഓപ്പൺ ടാങ്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ, പ്രിസർവേറ്റീവ്സിൻ്റെ സൊല്യൂഷൻ അടങ്ങിയിട്ടുള്ള ഒരു ടാങ്കിലേക്ക് ഒരു ടിമ്പർ സബ്മേർജ് ചെയ്ത് വയ്ക്കുകയും ആ ടാങ്കിനെ പിന്നെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ് ടു 85 ടു 95 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിൽ അത് ഹീറ്റ് ചെയ്യുകയും അതിനുശേഷം കൂൾ ചെയ്യാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഇങ്ങനെ ചെയ്ത ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് എന്തിന് പ്രൊട്ടക്റ്റീവ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും, സാപ്പ്വുഡിന് പ്രൊട്ടക്റ്റീവ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഹോട്ട് ആൻഡ് കോൾഡ് ഓപ്പൺ ടാങ്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം അത് ചൂടാക്കുന്നുണ്ട്, പിന്നെ അതിനുശേഷം അതെന്ത് ചെയ്യുന്നു, കൂളാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറയുന്നത്. അതും ഒരു ഓപ്പൺ ടാങ്ക് ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. സാധാരണ ഒരു ഓപ്പൺ ടാങ്കിനകത്താണ് ടിമ്പർ സബ്മേർജ് ചെയ്ത് വെക്കുന്നത് എന്ന് പറയാൻ പറ്റും. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പേര്, ഹോട്ട് ആൻഡ് കോൾഡ് ഓപ്പൺ ടാങ്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ചാറിങ് ആണ്. എന്താ ഈ ചാറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദിസ് മെത്തേഡ് നോ പ്രിസർവേറ്റീവ് ഈസ് യൂസ്ഡ്. ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് അഡാപ്റ്റഡ് ഫോർ ലോവർ എൻഡ് ഓഫ് ദി ടിമ്പർ പോസ്റ്റ് ബിഫോർ എംബഡഡ് ഇൻ ഗ്രൗണ്ട്. അതായത് ഇതെന്താ, പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടിമ്പർ പോസ്റ്റിൻ്റെ ലോവർ എൻഡിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അഡാപ്റ്റഡ് ഫോർ ലോവർ എൻഡിൽ അഡോപ്റ്റ് ചെയ്യുന്ന അതായത് ഒരു ടിമ്പറിൻ്റെ കംപ്ലീറ്റ് എല്ലാ ഒരു സർഫസിലും എന്നല്ല, ലോവർ എൻഡിൽ മാത്രം. നമ്മൾ ഗ്രൗണ്ടിൽ അത് താഴ്ത്തി വെക്കുന്നതിന് മുന്നേ ടിമ്പർ പോസ്റ്റിൻ്റെ ലോവർ എൻഡിൽ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണത്. ഫോർ ദിസ് ടിമ്പർ സർഫസ് ഇസ് കെപ്റ്റ് വെറ്റ് ഫോർ ആൻ അവർ. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ടിമ്പർ സർഫസ് ഒരു വെറ്റ് പ്ലേസിൽ ഒരു ഹാഫ് ആൻ അവർ വെറ്റ് ചെയ്യാൻ അനുവദിക്കാം. അതായത് വെള്ളത്തിൽ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ടിമ്പർ സർഫസ് വെറ്റ് കണ്ടീഷനിലായിരിക്കണം, നനഞ്ഞ ഒരു കണ്ടീഷനിലായിരിക്കണം ഒരു ഹാഫ് ആൻ അവർ. ആൻഡ് ബേൺ ഇറ്റ് അപ് ടു എ ഡെപ്ത് ഓഫ് 50 mm ഓവർ ഫയർ. അതായത് അതിൻ്റെ ഒരു 50 mm നമ്മൾ എന്ത് ചെയ്യുന്നു, ടിമ്പറിൻ്റെ പീസിൽ ഒരു 50 mm ഓവർ ഫയറിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബേൺ ചെയ്യും.
ഒരു 15 mm വരെ ഈ പറയുന്ന വെറ്റ് കണ്ടീഷനിലുള്ള ടിമ്പറിനെ ഫയർ ചെയ്യും. ദെൻ ഇറ്റ് ഈസ് കൂൾഡ് വിത്ത് വാട്ടർ. പിന്നെ അതിനുശേഷം വാട്ടറായിട്ട് കൂൾ ചെയ്യും. വാട്ടർ ഉപയോഗിച്ച് അത് തണുപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഗ്രൗണ്ടിൽ ഇറക്കുകയാണ് ചെയ്യുന്നത്, എംബേർഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് ഫുൾ സർഫസിലല്ല, ടിമ്പർ പോസ്റ്റിൻ്റെ ലോവർ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ അതിനെ എങ്ങനെ പ്രിസർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിമ്പർ സർഫസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് കണ്ടീഷനിലേക്ക് വെക്കുക ഒരു ഹാഫ് ആൻ അവർ. അതിനുശേഷം അപ് ടു ഡെപ്ത് 15 mm ഡെപ്ത് വരെ ഫയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബേൺ ചെയ്യിക്കുന്നു വുഡിനെ. അതിനുശേഷം കൂൾ ചെയ്യാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡാണ് ചാറിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഡിപ്പിംഗ് ആൻഡ് സ്റ്റീപ്പിംഗ് ആണ്. ഡിപ്പിംഗ് ആൻഡ് സ്റ്റീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the timber is dipped or soaked for a short period in the solution of preservative. ഇവിടെ ടിമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ മുക്കി വയ്ക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എ ഷോർട്ട് പീരീഡ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് പ്രിസർവേറ്റീവിൽ സൊല്യൂഷനിൽ ജസ്റ്റ് അതിനെ ഡിപ്പ് ചെയ്ത് വയ്ക്കുക. അതിനാണ് ഡിപ്പിംഗ് ആൻഡ് സ്റ്റീപ്പിംഗ് എന്ന് പറയുന്നത്. അതിൽ സോക്ക് ചെയ്ത് മുക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ അതിൽ ഇറക്കി വയ്ക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത് ടിമ്പറിന് കുറച്ച് പീരീഡിൽ, ഷോർട്ട് പീരീഡിൽ. ഇൻജക്റ്റിംഗ് അണ്ടർ പ്രഷർ. ഇനി പ്രിസർവേറ്റീവ്സ് ഇൻജക്റ്റഡ് അണ്ടർ പ്രഷർ ഇൻ ടു ദി ടിമ്പർ. ടിമ്പറിൽ ഹൈ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിസർവേറ്റീവ്സ് ഇൻജക്റ്റ് ചെയ്യാം. അതിനാണ് ഇൻജക്റ്റിംഗ് അണ്ടർ പ്രഷർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു പ്രിസർവേറ്റീവ് എടുത്തിട്ട് ടിമ്പറിൽ ഹൈ പ്രഷറിൽ അതിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതൊക്കെയായിരുന്നു മെത്തേഡ്സ്? ജസ്റ്റ് ബ്രഷ് ചെയ്യുക, പെയിൻറ്റ് ഉപയോഗിച്ച് ടിമ്പർ സർഫസിൽ ബ്രഷ് ചെയ്യുന്നു. സ്പ്രേയിങ് എന്ന് പറയുന്ന സമയത്ത് പിസ്റ്റൽ ഉപയോഗിച്ച് പ്രഷറിൽ സ്പ്രേ ചെയ്തെടുക്കാം. ഹോട്ട് ആൻഡ് കോൾഡ് ഓപ്പൺ ടാങ്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടാങ്കിൽ പ്രിസർവേറ്റീവ് സൊല്യൂഷൻ ഉണ്ടാകും. അതിലേക്ക് ടിമ്പർ സബ്മേർജ് ചെയ്ത് വെക്കുക. ദെൻ ആ ടാങ്ക് 85 to 95 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് അലൗഡ് ടു കൂൾ. അതിനുശേഷം അത് കൂൾ ചെയ്യാൻ അനുവദിക്കുക. ഈ ഒരു ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗീവ് പ്രൊട്ടക്ഷൻ ടു ദി സാപ്വുഡിന് ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചാറിങ് ആണ്. ഇവിടെ ചാറിങ്ങിൽ പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുന്നില്ല. ടിമ്പർ പോസ്റ്റിൻ്റെ ലോവർ എൻഡിൽ നമ്മൾ ഗ്രൗണ്ടിൽ എംബേർഡ് ചെയ്യുന്നതിന് മുന്നേ, ഇറക്കി വെക്കുന്നതിന് മുന്നേ ജസ്റ്റ് ആ പറയുന്ന ടിമ്പർ സർഫസ് വെറ്റ് കണ്ടീഷനിൽ ഒരു ഹാഫ് ആൻ അവർ വയ്ക്കുക. അതിനുശേഷം 50 mm ഡെപ്തിൽ ബേൺ ചെയ്യുന്നു. ആൻഡ് ദെൻ ഇറ്റ് ഈസ് അലൗഡ് ടു കൂൾ ചെയ്യാൻ വാട്ടർ ഉപയോഗിച്ചിട്ട് അത് കൂൾ ചെയ്യുന്നു. ഇതാണ് ചാറിങ് മെത്തേഡ്. ഡിപ്പിംഗ് ആൻഡ് സ്റ്റീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിമ്പർ ഇസ് ഡിപ്ഡ് ഓർ സോക്ഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് പ്രിസർവേറ്റീവ്. ഡിപ്പിംഗ് ആൻഡ് സ്റ്റീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ടിമ്പറിനെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ജസ്റ്റ് ഒരു പ്രിസർവേറ്റീവിൻ്റെ സൊല്യൂഷനിൽ ഷോർട്ട് പീരീഡ് വെക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇൻജക്റ്റിംഗ് അണ്ടർ പ്രഷർ എന്ന് പറയുന്ന സമയത്ത് പ്രിസർവേറ്റീവ് ഈസ് ഇൻജക്റ്റഡ് അണ്ടർ പ്രഷർ. ഒരു ഹൈ പ്രഷറിൽ പ്രിസർവേറ്റീവ്സ് ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കുക ടിമ്പറിലേക്ക്. ഇതാണ് മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ടിമ്പറിനെ പ്രിസർവ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. വുഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിമ്പറിൻ്റെ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ടിമ്പർ പ്രിപ്പയർഡ് സയൻറ്റിഫിക്കലി ഇൻ എ ഫാക്ടറി. ഒരു ഫാക്ടറി സയൻറ്റിഫിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ടിമ്പറിൻ്റെ പ്രോഡക്റ്റുകൾ ഇതൊക്കെയാണ്: വെനീർ, പ്ലൈവുഡ്, ഫൈബർ ബോർഡ്, ഹാർഡ് ബോർഡ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള വുഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. വെനീർ എന്താണ്, പ്ലൈവുഡ് എന്താണ്, ഫൈബർ ബോർഡ് എന്താണ്, ഹാർഡ് ബോർഡ് എന്താണ്, തമ്മിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെല്ലാം ടിമ്പറിൻ്റെ പല പ്രോഡക്റ്റുകളാണ്. ടിമ്പറിൽ നിന്നുണ്ടാക്കുന്ന പല പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വെനീറാണ്. വെനീർ എന്താണെന്ന് നോക്കാം. വെനീർ മീൻസ് എ തിൻ ഷീറ്റ് ഓർ സ്ലൈസസ് ഓഫ് വുഡ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി. ചെറിയ തിൻ ഷീറ്റ് പോലെയുള്ള അല്ലെങ്കിൽ വുഡിൻ്റെ സ്ലൈസസ് സുപ്പീരിയർ ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു തിൻ ഷീറ്റ് അല്ലെങ്കിൽ സ്ലൈസ്, ഒരു വുഡിൻ്റെ ചെറിയ ഷീറ്റുകളാണ്. തിൻ ഷീറ്റ് ഓഫ് വുഡിനെ പറയുന്ന അല്ലെങ്കിൽ സ്ലൈസ് ഓഫ് വുഡിനെ പറയുന്ന പേരാണ് വെനീർ എന്ന് പറയുന്നത്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.4 mm to 6 mm. തിക്നെസ് 0.4 to 6 mm. ആൻഡ് നെക്സ്റ്റ് പോയിൻറ്റ്, ഡ്രൈഡ് ആൻഡ് ക്ലീൻസ് ടു റിമൂവ് മോയ്സ്ചർ. അതായത് ക്ലീനിലാണ് അത് ഡ്രൈ ചെയ്യുന്നത് ഇൻ ഓർഡർ ടു റിമൂവ് ദി മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ചെയ്യുന്നത് ക്ലീനിലാണ്. ആൻഡ് ദെൻ പ്രോസസ് ഓഫ് പ്രിപ്പയറിങ് എ ഷീറ്റ് ഓഫ് വെനീർ ഇറ്റ്സ് നോൺ ആസ് വെനീറിങ്. ഇങ്ങനെ ഒരു ഷീറ്റ് ഓഫ് വെനീർ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് വെനീറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വുഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആണ് വെനീർ എന്ന് പറയുന്നത്. വെനീർ എന്ന് പറഞ്ഞാൽ തിൻ ഷീറ്റ് അല്ലെങ്കിൽ സ്ലൈസസ് ഓഫ് വുഡിനെ പറയുന്ന പേരാണ് വെനീർ. അതിൻ്റെ തിക്നെസ് 0.4 to 6 mm ആയിരിക്കും. ഇതാണ് വെനീർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്ലൈവുഡ്. പ്ലൈവുഡ് മീൻസ് എ തിൻ ലെയർ. പ്ലൈ മീൻസ് എ തിൻ ലെയർ. അപ്പോൾ ഒരു തിൻ ലെയർ ഓഫ് എന്താണെന്ന് പറയാം, വുഡാണെന്ന് പറയാം.
പ്രിപ്പയർഡ് ഫ്രം ദ തിൻ ലെയേഴ്സ് ഓഫ് വുഡ് ഓർ വെനീർ. അതായത് തിൻ ലെയർ ഓഫ് വുഡിൽ നിന്നോ അല്ലെങ്കിൽ വെനീറിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് പ്ലൈവുഡ് എന്ന് പറയുന്നത്. ഇവിടെ 3 or more veneers are placed one above the other with the direction of grains of successive layers at right angle to each others. അതായത് വെനീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് ആംഗിൾ ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അതായത് ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ജസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം ഒരു വെനീറിൻ്റെ ഒരു ലെയർ വെച്ചു, അതിനുശേഷം അടുത്തെന്ന് പറയുന്ന സമയത്ത് നേരെ റൈറ്റ് ആംഗിൾ എന്ന രീതിയിൽ അടുത്ത ഒരു വെനീർ ലെയർ വയ്ക്കും, പിന്നെ അതേപോലെ അടുത്തത്, അങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ എന്ന രീതിയിലാണ് സക്സസീവ് ലെയേഴ്സുകൾ വെക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. സ്യൂട്ടബിൾ അഡിസീവ്സ് ആർ യൂസ്ഡ് ടു ഹെൽഡ് ഇൻ പൊസിഷൻ. ഇത് ഹെൽഡ് ഇൻ പൊസിഷനിൽ വെക്കാൻ വേണ്ടി ഒന്നിച്ച് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡ്ഹീസീവ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ഹോൾഡ് ചെയ്ത് പിടിച്ച് വയ്ക്കുന്നത്. അതായത് സ്റ്റിക്ക് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട്, ഹോൾഡ് ചെയ്ത് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡ്ഹീസീവ്സ് യൂസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. ഇവിടെ പ്ലൈവുഡ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, ഒരു തിൻ ലെയർ ഓഫ് വുഡ് അല്ലെങ്കിൽ വെനീറാണ്. ഈ പറയുന്ന വെനീസ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ആയിട്ട് സക്സസീവ് ലെയേഴ്സുകൾ അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ എന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എന്ന് പറയാൻ പറ്റും. വൺ അബോവ് ദി അതർ എന്ന രീതിയിലാണ്, ഒന്ന് താഴെ അതേപോലെ ഒന്ന് നമ്മൾ വെക്കുന്നു, പിന്നെ അത് റൈറ്റ് ആംഗിൾ ടു അടുത്ത ഒരു വെനീർ അങ്ങനെ വെക്കുന്നു. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി പിടിച്ച് നിർത്തുന്ന, ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡ്ഹീസീവ്സ് യൂസ് ചെയ്തിട്ടാണ്. അത് ഓൺ പൊസിഷനിൽ തന്നെ ഹെൽഡ് ചെയ്ത് നിർത്തുന്നത് ഈ അഡ്ഹീസീവ്സ് യൂസ് ചെയ്തിട്ടാണെന്ന് പറയാം. ഇതാണ് പ്ലൈവുഡ്. പ്ലൈവുഡിൻ്റെ യൂസസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീലിങ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനൊരു പ്ലൈവുഡ് യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ ഫാൾ സീലിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഡോറിൽ, ഫർണിച്ചേഴ്സ്, പാർട്ടീഷൻസിൽ കൊടുക്കാറുണ്ട്. ഷട്ടേഴ്സ് ഓഫ് ഡോർ ആൻഡ് വിൻഡോസ്, ഒരു വിൻഡോൻ്റെയും ഡോറിൻ്റെയും ഷട്ടേഴ്സുകളിലെല്ലാം തന്നെ ഈ പറയുന്ന എന്ത് കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്, ഈ പ്ലൈവുഡ്സ് കൊടുക്കാറുണ്ട്. ഡോറിൻ്റെയും വിൻഡോൻ്റെയും ഷട്ടറായിട്ട് ഓപ്പണിംഗ് പാർട്ടിനെയാണ് ഷട്ടർ എന്ന് പറയുന്നത്. ഷട്ടേഴ്സ് കൊടുക്കാറുണ്ട്. സീലിംഗ്, ഡോറ്, ഫർണിച്ചേഴ്സ്, പാർട്ടീഷൻസിൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ഒരു ഏരിയനെ മറ്റൊരു റൂമിനെ അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പ്ലൈവുഡ്സ് യൂസ് ചെയ്യാറുണ്ടെന്ന് പറയാം. പിന്നെ ഡോറിൻ്റെയും വിൻഡോസിൻ്റെയും എല്ലാം തന്നെ ഷട്ടേഴ്സായിട്ടും ഈ പറയുന്ന പ്ലൈവുഡ്സ് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ്, അതായത് വെനീർ, പ്ലൈവുഡ് എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വുഡ് പ്രോഡക്റ്റാണ് ഫൈബർ ബോർഡ് എന്ന് പറയുന്നത്. പ്രസ്ഡ് അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റഡ് വുഡ് എന്നാണ് പറയുന്നത്. പ്രസ്ഡ് ഓർ റീകൺസ്ട്രക്റ്റഡ് വുഡ് എന്നാണ് ഫൈബർ ബോർഡിനെ പറയുന്നത്. ആൾസോ നോൺ ആസ് റിജിഡ് ബോർഡ്. അതിൻ്റെ തിക്നെസ് 3 mm to 12 mm ആണ് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഒരു റിജിഡ് ബോർഡാണ്. തിക്നെസ് എന്ന് പറയുന്നത് 3 mm to 12 mm ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഇതാണ് ഫൈബർ ബോർഡ് എന്ന് പറയുന്നത്. ഫൈബർ ബോർഡ് യൂസ് ചെയ്യുന്നത് ഫോർ ഇൻറ്റീരിയർ ഡെക്കറേഷൻ, ഡോർസ്, പാർട്ടീഷൻ, പേവിംഗ് ഓഫ് ഫ്ലോറിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇൻറ്റീരിയർ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, ഈ പറയുന്ന ഫൈബർ ബോർഡ് കൊടുക്കാറുണ്ട്. അതേപോലെ ഡോർ, പാർട്ടീഷൻസിൽ പേവിംഗ് ഓർ ഫ്ലോറിംഗ് മെറ്റീരിയൽ, സാധാരണ നിലത്ത് ഒരു മെറ്റീരിയൽ പേവിംഗ് മെറ്റീരിയലായിട്ടോ ഫ്ലോറിംഗ് മെറ്റീരിയലായിട്ടോ എല്ലാം തന്നെ ഈ പറയുന്ന ഫൈബർ ബോർഡ് യൂസ് ചെയ്യാറുണ്ട് എന്നതാണ് പറയുന്നത്. ഇറ്റ്സ് മെയ്ഡ് ഫ്രം വുഡ് പൾപ്പ് വിച്ച് ഇസ് കംപ്രസ്ഡ് ടു മേക്ക് ഷീറ്റ് യൂഷ്വലി ഓഫ് 3 mm തിക്ക്. അതായത് വുഡ് പൾപ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന, അതായത് ജസ്റ്റ് ഒരു ലിക്വിഡ് പോലുള്ള ഒരു സാധനം, അതായത് വുഡിൽ നിന്ന് കിട്ടുന്ന, അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന ഒരു ഷീറ്റ് ഓഫ് 3 mm തിക്ക്, 3 mm തിക്നെസ്സോടുള്ള എന്ത് ചെയ്യുന്നു, വുഡ് പൾപ്പിനെ കംപ്രസ് ചെയ്തിട്ട് ഒരു ഷീറ്റ് ഫോമിലാക്കുന്നതിനാണ് ഹാർഡ് ബോർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ തിക്നെസ് 3 mm തിക്നെസ്സാണ്. ഇതും ഒരു വുഡ് പ്രോഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ വുഡ് പ്രോഡക്റ്റ് വെനീർ, പ്ലൈവുഡ്, ഫൈബർ ബോർഡ് ആൻഡ് ഹാർഡ് ബോർഡ്, ഇത്രയുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം വുഡ് പ്രോഡക്റ്റാണ്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം, വെനീർ എന്താണ്, പ്ലൈവുഡ് എന്താണ്, ആൻഡ് ഫൈബർ ബോർഡ് എന്താണ്, ഹാർഡ് ബോർഡ് എന്താണെന്നുള്ളത്. ഇതാണ് 4 ടിമ്പർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വുഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ടോപ്പിക് ക്വാളിറ്റീസാണ്. എന്താണ് ഒരു ഗുഡ് ടിമ്പറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഫ്രഷ്ലി കട്ട് സർഫസ് ഓഫ് ടിമ്പർ ഷുഡ് എക്സിബിറ്റ് ഹാർഡ് ആൻഡ് ഷൈനിങ് അപ്പിയറൻസ്. ഫ്രഷായിട്ട് നമ്മളൊരു ടിമ്പർ കട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ഹാർഡ് ആൻഡ് ഷൈനിങ് അപ്പിയറൻസ്. അത് ഹാർഡായിരിക്കണം, അപ്പിയറൻസ് ഷൈനിങ് അപ്പിയറൻസ് ആയിരിക്കണം അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാർഡായിരിക്കണം, അപ്പിയറൻസ് ഷൈനിങ് അപ്പിയറൻസ് ആയിരിക്കണം. ആ ഒരു ഫ്രഷായിട്ട് ഒരു ടിമ്പർ പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടിമ്പറിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹാർഡും ഷൈനിങ്ങും ആയിരിക്കണം എന്ന് പറയാൻ പറ്റും.
ആൻഡ് കളർ ഓഫ് ടിമ്പർ ഷുഡ് പ്രിഫറബിളി ബി ഡാർക്ക്. കളർ എന്ന് പറയുന്നത് ടിമ്പറിൻ്റെ ഡാർക്ക് ആയിരിക്കണം. ടിമ്പറിൻ്റെ കളർ എന്ന് പറയുന്നത് പ്രിഫറബിളി ബി ഡാർക്ക് കളറായിരിക്കണം ഉണ്ടാവേണ്ടത്. ഗുഡ് ടിമ്പർ ഷുഡ് ബി ഫ്രീ ഫ്രം സീരിയസ് ഡിഫക്റ്റ് സച്ച് ആസ് നോട്ട്സ്, ഷേക്സ് എക്സെട്ര. നല്ലൊരു ടിമ്പർ ആണെങ്കിൽ ഡിഫക്റ്റുകളിൽ നിന്ന്, ഈ പറയുന്ന ഡിഫക്റ്റുകളിൽ നിന്നെല്ലാം തന്നെ ഫ്രീ ആയിരിക്കണം. നോട്ടിൽ നിന്ന്, ഷേക്കിൽ നിന്നെല്ലാം തന്നെ അതിൽ നിന്നെല്ലാം ഫ്രീ ആയിരിക്കണം ഒരു ഗുഡ് ടിമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഗുഡ് ടിമ്പർ ഷുഡ് ബി ഡ്യൂറബിൾ. അത് ഡ്യൂറബിൾ ആയിരിക്കണം, ഒരുപാട് കാലം ഈട് നിൽക്കുന്നതായിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം. ടിമ്പർ ഷുഡ് ഹാവ് സ്ട്രൈറ്റ് ഫൈബേഴ്സ്. അതിൻ്റെ ഫൈബേഴ്സ് സ്ട്രൈറ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. ടിമ്പർ ഹാർഡായിരിക്കണം. ഗുഡ് ടിമ്പർ ഷുഡ് ബി ഹാർഡ്. നെക്സ്റ്റ് പോയിന്റ്, ഗുഡ് ടിമ്പർ ഷുഡ് ബി സ്വീറ്റ് സ്മെൽ. ഒരു സ്മെല്ല് അധികം ഒരുപാട് ബാഡ് സ്മെല്ല് ഉണ്ടാക്കരുത്. ഗുഡ് ടിമ്പർ ഷുഡ് ഗീവ് ഔട്ട് എ ക്ലിയർ റിംഗിങ് സൗണ്ട് വെൻ സ്ട്രക്ക്. രണ്ട് ടിമ്പർ പീസസുകൾ തമ്മിൽ സ്ട്രക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ നോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലിയർ റിംഗിങ് സൗണ്ട് ഒബ്റ്റെയിൻ ചെയ്യണം. ഇതൊക്കെയാണ് ഒരു ഗുഡ് ടിമ്പറിൻ്റെ ക്വാളിറ്റീസ്. ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡും ഷൈനിങ് അപ്പിയറൻസും ഉണ്ടായിരിക്കണം, ഡാർക്ക് കളറായിരിക്കണം, അതിൽ ഡിഫക്റ്റുകൾ, നോട്ട് ഷേക്ക് എന്ന് പറയുന്ന ഡിഫക്റ്റുകളിൽ നിന്നെല്ലാം ഫ്രീ ആയിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം, സ്ട്രെയിറ്റ് ഫൈബേഴ്സ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്, ഹാർഡാണ്, സ്വീറ്റ് സ്മെല്ലായിരിക്കണം, അതേപോലെ സ്ട്രക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലിയർ ഈ സൗണ്ട് ആണെങ്കിൽ അതെല്ലാം ഒരു ഗുഡ് ടിമ്പറിൻ്റെ ക്വാളിറ്റീസ് ആണെന്ന് പറയും. ഇതാണ് ടിമ്പറിൽ വരുന്ന ടോപ്പിക്കുകൾ. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂള് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ പല മെറ്റീരിയൽസ്, പല കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഫുൾ മെറ്റീരിയൽസിൻ്റെ എന്താണ് പ്രോപ്പർട്ടീസ്, അതെങ്ങനെ മാനുഫാക്ചർ ചെയ്യാം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ലാബ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, ഫീൽഡിൽ വരുന്ന ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതെന്താണെന്നുള്ളതും, അതേപോലെ ഒരു നല്ലൊരു മെറ്റീരിയൽ ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് നമ്മൾ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് മെറ്റീരിയലിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർണമെൻ്റൽ മെറ്റീരിയൽസുകളൊക്കെയാണ്. അതായത് ഇപ്പോൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പെയിൻറ്റ് എന്താണ്, പ്ലാസ്റ്റിക്സുകൾ എന്തൊക്കെയാണ്, വാർണിഷ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മോഡൽ മെറ്റീരിയൽസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതേപോലെ അതിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ കോമ്പോസിഷൻസുകൾ എന്തൊക്കെയാണ്, അതിൽ വരുന്ന ടെസ്റ്റുകൾ എന്താണ്, ഇതെല്ലാമാണ് ഫസ്റ്റ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം.